PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാവും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം വളരെ ഗൗരവത്തോടു കൂടി വരികയാണ്. നിങ്ങളിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഗുരുതരമായ കുറ്റമാണ്. അങ്ങാണ് PSCയെ കരിവാരി തേപ്പിച്ച് PSCയുടെ ക്രെഡിബിലിറ്റി ഇവരെ സംഘടിപ്പിക്കുന്നത്. PSC കോഴ വിവാദത്തിൽ പാർട്ടിയും സർക്കാരും അന്വേഷണത്തിന് ഒരുക്കമാണെന്ന് പറയുമ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലപാടാണ് കോഴിക്കോട്ടെ CPIM. പാർട്ടിയെയും മുഹമ്മദ് റിയാസിനെയും കരിവാരി തേക്കാനുള്ള ശ്രമം എന്ന ഒറ്റ പ്രതികരണം കൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ഇന്ന് കോഴ ചോദിച്ചതിനും വാങ്ങിയതിനും പരാതിപ്പെട്ടതിനും എവിടെ തെളിവ് എന്ന ചോദ്യമാണ് CPIM ഉയർത്തുന്നത്. എന്നാൽ വിവാദമായതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പാക്കാനുള്ള നീക്കമാണ് പാർട്ടി നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കോഴിക്കോട്ടെ പാർട്ടിയിലെ ചില ബിസിനസ് ഇടപാടുകളും വിഭാഗീയതയുമാണ് കോഴ ആരോപണത്തെ പുറത്തെത്തിച്ചത് എന്ന ആക്ഷേപവുമുണ്ട്. എൻകൗണ്ടർ പ്രൈം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. കോഴയിൽ ഒത്തുതീർപ്പോ? പ്രേക്ഷകർക്ക് സ്വാഗതം. CPIMലെ ശ്രീ ജെയ്ക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P. നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജെയ്ക് സി തോമസ്, ഈ PSC കോഴ ആരോപണം സംബന്ധിച്ച് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടെന്താണ്? ഈ കാര്യത്തിൽ പാർട്ടിയുടെ അന്വേഷണവും പോലീസിൻ്റെ അന്വേഷണവും നടക്കട്ടെ എന്നാണോ? ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള അല്പം മാധ്യമ സൃഷ്ടി കൂടിയായിട്ടുള്ള ഈ വിവാദത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 2 പ്രവൃത്തി ദിവസങ്ങളായി കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ഉയർന്നു വരുന്നുണ്ട്. ഉയർന്നു വരുന്ന ചർച്ചകളോടൊന്നും അല്പം പോലും മുഖം ധരിക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമതല കൈകാര്യം ചെയ്യുന്ന ബഹുമാനീയരായ മന്ത്രി പദവി അലങ്കരിക്കുന്നവർ സംശയത്തിനൊരു നെല്ലിട പോലും ഇല്ലാതെ ഇക്കാര്യങ്ങൾക്കകത്ത് മറുപടി നൽകിയിട്ടുമുണ്ട്. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ തട്ടിപ്പിന് സമാനമായ അതിൻ്റെ ഒരു ലാഞ്ചന കലർന്ന ഒരു അനുഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചു പോന്നിട്ടുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ പാരമ്പര്യവും ചരിത്രവും. അതിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. മറിച്ച് മാത്രമല്ല, ഇത്തരം തെറ്റായ ചില പ്രചരണങ്ങളുടെയും വാർത്തകളുടെയും മാത്രം അടിസ്ഥാനത്തിൽ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ അഭിമാന സ്തംഭമായി ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിന്റെ PSCയെ ബോധപൂർവം അതിൻ്റെ അഭൂതപൂർണമായ നേട്ടങ്ങളെ തമസ്കരിക്കാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അതായത് ഈ കാര്യത്തിൽ FIR ഇട്ട് പോലീസ് അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പാർട്ടി ഈ കാര്യത്തിൽ ചില പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നാട്ടിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ട്, അതിന്റെ സ്വാഭാവികമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞതല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് യാതൊന്നും അറിവില്ല എന്നാണ്. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ നിലപാട്? പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ഒരു പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അല്ല, ഭാവിയിൽ അത്തരമൊരു ആവശ്യത്തിലേക്ക് ഒരു പോലീസ് അന്വേഷണത്തിന്റെ പ്രസക്തി ഉതകുന്ന തരത്തിൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ പുറത്തു വരുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകും. അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഇതിനുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ല ജയ്ക്ക്, പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം ഈ പാർട്ടിയിലെ ജില്ലാ ഘടകത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പരാതിപ്പെട്ടത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് ആണ്. അപ്പോൾ അത് തന്നെ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നതിന് തെളിവാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
കേരളത്തിന്റെ PSCയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സെലക്റ്റീവായ ഒരു വിചാരണ ഇപ്പൊ സവിശേഷകരമായി കുറെ കാലങ്ങളായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇടതുപക്ഷ കാലയളവിലെ PSCയുടെ ഒരു അനുഭവം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പണം വാങ്ങിയിട്ട് PSC വഴി ഏതെങ്കിലും ഒരു തരത്തിൽ അതിന്റെ ബോർഡ് അംഗങ്ങളെ അല്ലെങ്കിൽ അതിന്റെ മറ്റു സുപ്രധാന പദവി അലങ്കരിക്കുന്ന ആളുകളെ തിരികെ കയറ്റിയതായിട്ട് പിൻവാതിൽ വഴി കൈപിടിച്ചുകൊണ്ട് ഇരുത്തിയതായിട്ട് എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അങ്ങയുടെ മാധ്യമ പ്രവർത്തന അനുഭവത്തിൽ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? ഇപ്പോൾ അങ്ങ് എവിടെ നിന്നോ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറയുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കോഴിക്കോട് CPIMന്റെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നു എന്നതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു അത്രേ. എവിടെ നിന്നാണ് അങ്ങേക്ക് അപ്രകാരം ഒരു വിവരം ലഭിച്ചത്? പരാതിയുള്ളത് ഞാൻ പറയട്ടെ, പാർട്ടിക്കകത്തെ പരാതിയെ സംബന്ധിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് അങ്ങനെ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് കേരളത്തിലെ നീതിന്യായ ക്രമം വഴിയും പോലീസ് സംവിധാനം വഴിയാണ് പരാതിപ്പെടേണ്ടത്. പാർട്ടിക്കകത്ത് ഞങ്ങൾ നടത്തുന്ന ചർച്ച പൊതുസമൂഹത്തിന് മുമ്പിലല്ല നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജയിക്ക്, അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇത് പാർട്ടി കോടതിയോ പാർട്ടിയോ അന്വേഷിക്കേണ്ടതല്ല, പോലീസ് അന്വേഷിക്കേണ്ടെന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന്. അപ്പോൾ മതിയായ തെളിവുകളില്ല എന്നതാണോ പോലീസ് അന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കട്ടെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മതസ്ഥാപനങ്ങളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും മതസ്ഥാപനങ്ങൾക്കകത്തും മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഉണ്ടാവാറില്ലേ? 24 ന്യൂസ് ചാനലിൽ അങ്ങ് ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്കിടയിൽ ആർക്കെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരികമായ പീഡനത്തിന് അനുഭവങ്ങളോ ഉണ്ടായാൽ 24 ന്യൂസിലായിരിക്കും ആദ്യം അങ്ങയുടെ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പരാതിപ്പെടുക. അപ്പോൾ ഞാൻ പുറത്തു വന്നിട്ട് ചോദിക്കുകയാണ്, അത് 24 ന്യൂസും 24 ന്യൂസിന്റെ കോടതിയും ചേർന്നങ്ങ് പരിഹരിച്ചാൽ പോരല്ലോ, ഞങ്ങൾ പൊതുസമൂഹം കൂടി അറിയണ്ടേ എന്ന് ചോദിച്ചാൽ അപ്രകാരമായിരിക്കും. ഈ 24 ന്യൂസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പക്ഷം മാത്രമായിരിക്കും PSC അംഗത്വത്തിന് പണം വാഗ്ദാനം ചോദിച്ചു വാങ്ങുകയും അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ നേരിടുന്ന പ്രശ്നവുമായിട്ടാണോ ശ്രീ ജെയ്ക് സി തോമസിനെ പോലെ ഒരാൾ താരതമ്യം ചെയ്യുന്നത്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അങ്ങേക്ക് അപ്രകാരം ഒരു വ്യക്തമായ അറിവുണ്ടെങ്കിൽ സമഗ്രമായി ഈ പരാതിയെ സംബന്ധിച്ച് ആരിൽ നിന്ന് ആര് പണം സ്വീകരിച്ചു, എന്തായിരുന്നു വാഗ്ദാനം, ആര് പണം നൽകി, എത്ര ലക്ഷം നൽകി, എവിടെ വെച്ച് നൽകി, ഇത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറ, അങ്ങ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറ. സത്യസന്ധമായി കേസെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പും അതിനെ നയിക്കുന്ന ഉറപ്പോടുകൂടിയുള്ള ഇടതുപക്ഷ അന്വേഷിക്കേണ്ടത് ഞാനല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ നിയമസഭയിൽ പറഞ്ഞത് ഇതെല്ലാം അന്വേഷിക്കും, നാട്ടിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ടാകും, അതൊക്കെ അതിന്റെ സ്വാഭാവിക നടപടികളിലൂടെ പോകുമെന്ന് ഞാനല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ ശ്രീ ജെയ്ക് സി തോമസ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. എന്നിട്ട് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ എന്നോടാണോ ഇതിനകത്തുള്ള തെളിവുകൾ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിൽ പോലീസിന്റെ അന്വേഷണം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ഇതിൽ പരാതിക്കാരില്ല, ഇതിൽ തെളിവുകളില്ല, കോഴ ചോദിച്ചതിനും കോഴ കൊടുത്തതിനും ഒന്നും ഒരു തെളിവും ഒരു പരാതിയുമില്ല എന്നതുകൊണ്ടാണോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ടാണോ നിങ്ങൾ ഇതിൽ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേക്ക് എൻ്റെ പ്രായത്തേക്കാൾ നല്ല അനുഭവ പരിചയവും മാധ്യമ പ്രവർത്തന മേഖലയിൽ അസാധാരണമായ നീണ്ടകാലത്തെ പ്രവർത്തന പരിചയമുള്ള ആളാണല്ലോ. അങ്ങയുടെ അനുഭവത്തിൽ എപ്പോഴാണ് ഏതെങ്കിലും ഒരു പത്രത്തിൽ 4 കോളം വാർത്ത വന്നാൽ ഉടനെ ഏത് സർക്കാരിന്റെ കാലയളവിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി നമ്മുടെ ചാരക്കേസ് സൃഷ്ടിച്ചതുപോലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും ചില രാഷ്ട്രീയ പ്രവർത്തകരുടെയും നെക്സസ് വഴി ചില ആളുകളെ ഇല്ലാതാക്കാൻ കള്ളത്തരത്തിൽ വാർത്തകളും പ്രചുര പ്രചാരവും സൃഷ്ടിച്ചതുപോലെ അങ്ങനെ കേസുണ്ടാക്കി പോകണം, എന്നിട്ട് ഒടുവിൽ നമ്പിനാരായണനെ പോലെയുള്ള ഇരകളെ സൃഷ്ടിച്ച് നമ്മുടെയും എന്റെയും അങ്ങയുടെയും നികുതി പണത്തിൽ നിന്ന് ഒടുവിൽ സർക്കാർ തന്നെ കോടാനുകൂടി വരുന്ന തുക കൊടുത്തു തീർക്കണം, അത്തരം അനുഭവങ്ങൾ സുലഭമായി ഉണ്ടാകണമെന്നുള്ളതാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ രണ്ടുപേരുടെയും പ്രവൃത്തി പരിചയമോ അനുഭവത്തിന്റെയോ പ്രശ്നമല്ല ജയ്ക്ക്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നതാണോ കാരണം? അതാണ് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ജയ്ക്കിനോട് ചോദിക്കുന്നത്. അതാണോ പ്രധാനപ്പെട്ട കാരണം? ഞാൻ എന്തുകൊണ്ടാണ് എന്നേക്കാൾ വലിപ്പമുള്ള അങ്ങയുടെ പ്രവർത്തന പരിചയത്തെയും ഓർമ്മകളെയും ഒക്കെ ഞാൻ ചോദിക്കാൻ കാരണം എന്താണ്?
അങ്ങയുടെ അനുഭവത്തിൽ അങ്ങനെ ഓർമ്മിച്ച് നോക്ക്. സത്യസന്ധമായി ഇത്തരം ഒരു കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം, ആധികാരികമായി എന്തെങ്കിലും ഒരു തെളിവ് അത്തരമൊന്ന് സമർപ്പിക്കപ്പെട്ടാൽ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരുന്നാലും ഏത് മുന്നണി കേരളത്തിലെ സർക്കാരിനെ നയിച്ചാലും സ്വാഭാവികമായി പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമാക്കപ്പെടത്തില്ലേ? എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തെളിവുമില്ല. ആകാശത്ത് നിന്ന് ചില മാധ്യമ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇല്ലായ്മ ചെയ്യാൻ വാർത്ത സൃഷ്ടിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി 2 ദിവസക്കാലം 3 ദിവസക്കാലം നീണ്ടുന്ന ഒരു വാർത്താ പ്രചരണം നടത്തുന്നു. എന്നിട്ട് വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ 4 ദിവസം വാർത്ത എഴുതിയില്ലേ, ഞങ്ങൾ 10 മണിക്കൂർ ചർച്ച ചെയ്തില്ലേ, നിങ്ങൾക്ക് എന്താ കേസെടുക്കാൻ എന്ന് ചോദിച്ചാൽ സാമാന്യ യുക്തിയുള്ള പോലീസുകാരാൽ നയിക്കപ്പെടുന്ന ഒരു നാട്ടിൽ സൗകര്യപ്പെടില്ല എന്നുള്ളതാണ്. വാർത്തകളോ അല്ലല്ലോ, പ്രതിപക്ഷമല്ലേ ജയിക്ക് നിയമസഭയിൽ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രതിപക്ഷമല്ലേ ജയിക്ക് നിയമസഭയിൽ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഓ, ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാഷണം എനിക്ക് ഇപ്പൊ എന്റെ മാത്രം കുഴപ്പമാണോ എന്നുള്ളത് അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താം. അല്പകാലങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിക്കുന്ന പലരുടെയും പ്രഭാഷണങ്ങൾ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ കേൾക്കാറുണ്ട്. ഒരു ദിവസം മാതൃഭൂമിയുടെ വാർത്തയായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമെങ്കിൽ പിറ്റേ ദിവസം മനോരമയുടെ വാർത്തയായിരിക്കും പ്രസംഗം. ചില ദിവസം 24 ന്യൂസിന്റെ ആയിരിക്കും പ്രസംഗമെങ്കിൽ ചില ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആയിരിക്കും പ്രസംഗം. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നടത്തപ്പെട്ടതിനു ശേഷം പിറ്റേ ദിവസം എന്താണ്? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രസംഗം നമ്മുടെ നിയമസഭയിൽ, മനോരമയുടെ വാർത്ത നിയമസഭയിൽ, 24 ന്യൂസിന്റെ വാർത്ത നിയമസഭയിൽ. വാർത്ത പ്രസംഗമാക്കുന്നു എന്ന കുലത്തൊഴിലൊഴികെ സത്യസന്ധമായ അറിവോ ഏതെങ്കിലും ഒരു തെളിവോ ഉന്നയിച്ചുകൊണ്ട് അല്പകാലങ്ങൾക്കിടയിൽ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാമ്പും കഴമ്പുമുള്ള ഒരു പ്രശ്നവും ജനങ്ങൾ ജീവിത സംബന്ധമായി നിയമസഭയിൽ ഉയർത്തിയതായി എന്റെ അറിവിലില്ല. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ കേസെടുക്കുക എന്നുള്ളതല്ല കേരള പോലീസിന്റെ പണി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ജയ്ക്ക്, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരാം. ശ്രീ NM പിയേഴ്സൺ, ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന വർഗ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, പാർട്ടിക്കകത്ത് പുഴുക്കുത്തുകളുണ്ടോ, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ നിലപാടെടുത്ത് തിരുത്തലുകൾ വരുത്തണം എന്ന് കഴിഞ്ഞ ദിവസം പച്ചക്കുതിരയിലെ ലേഖനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എഴുതിയിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോഴ ആരോപണം, PSC അംഗത്വവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണം വരുമ്പോൾ സർക്കാരിനും പാർട്ടിക്കും ഇപ്പോൾ പറയാനുള്ളത് കോഴ വാങ്ങിച്ചു എന്നതിനോ കോഴ ചോദിച്ചു എന്നതിനോ കൊടുത്തു എന്നതിനോ ഒരു പരാതിയോ തെളിവുകളോ അവശേഷിക്കുന്നില്ല. ഇത് ചില മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ഉണ്ടാക്കുന്ന കോലാഹലമാണ്. അതിനപ്പുറത്തേക്ക് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുകയാണ്. അതോടുകൂടി ഈ പ്രശ്നം ഇല്ലാതായോ? അല്ലെങ്കിൽ CPIM-ഉം സർക്കാരും ഇപ്പോൾ പറയുന്ന ഈ ന്യായം നിലനിൽക്കുന്നതല്ലേ? അല്ല, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി ആവശ്യമായിട്ട് തെളിവുകൾ ശേഖരിച്ച് അത് നിയമസഭയിൽ അവതരിക്കുക എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ പോലീസിൽ ഹാജരാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രതിപക്ഷം നിർവഹിക്കേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം, അത് CPM മാത്രമല്ല, കോൺഗ്രസോ BJP ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്രോസസ്സാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ബിമൽ മിത്രയുടെ വിലക്ക് വാങ്ങാം എന്നുള്ളത്. എന്തും വിലക്ക് വാങ്ങാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക എന്നത് രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു അപജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. എന്നുവെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റിയിലെ ചിലരെങ്കിലും വലിയ വ്യവസായ സംഘങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് കച്ചവടത്തിനെ പാർട്ടിയെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് പാർട്ടിക്ക് അത് വലിയ വെല്ലുവിളിയായി തീരുകയും അത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരുകയും ചെയ്യും. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരാരോപണം വെറുതെ ഉയർന്നു വന്നതാണ് എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല. കാരണം PSC അംഗം CPM-നെ സംബന്ധിച്ചിടത്തോളം ആ PSC അംഗത്തെ അവർ നിയമിക്കുന്നത് രാഷ്ട്രീയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും വിൽപ്പനയ്ക്ക് വെക്കും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഇത്തരം സീറ്റുകൾ നൽകുന്ന സമയത്ത് അത് വേണമെങ്കിൽ വിൽപ്പനയ്ക്ക് വെക്കാം. ആ വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഏജൻ്റായിട്ട് വേണമെങ്കിൽ CPM-ലെ ഏരിയ കമ്മിറ്റി അംഗത്തിന് പ്രവർത്തിക്കാം.
നേരത്തെ അങ്ങനെ ഒരു ആലോചന പോലും ഒരാളും ചെയ്യുമായിരുന്നില്ല. ഇന്ന് പക്ഷേ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബിഗ് ബിസിനസ്സായി മാറുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സോവിയറ്റ് റഷ്യ തകരുന്നൊരു ഘട്ടത്തിലെത്തിയ സമയത്ത് ഞാൻ വായിച്ചിടത്തോളം ഒരു മന്ത്രി പദം പോലും 50,000 റൂബിളിന് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർട്ടിയുടെ റീജിയണൽ പദവികളൊക്കെ തന്നെ $1,50,000 പോലും വിൽക്കാനായിട്ട് വെക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ പാർട്ടികൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഞാനിതൊരു പാർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അവർ അധികാരത്തിൽ വരുമ്പോൾ ഇതിനേക്കാൾ വലിയ തരത്തിൽ കച്ചവടം നടക്കുന്ന വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. അത് വീണ്ടും ആവർത്തിക്കപ്പെടും. രാഷ്ട്രീയത്തിൽ അങ്ങനെ ബിസിനസ് കലർന്നുകൂടുകയും രാഷ്ട്രീയത്തിൻ്റെ പൊതുലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സായി മാറിത്തീരുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ വളരെ വ്യാപകമായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായില്ല എങ്കിൽ ജനസമൂഹം എന്ന് പറയുന്നത് അവരെ വെറുക്കുകയും അതേപോലെ തന്നെ അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം MA ബേബി പച്ചക്കുതിര എന്ന് പറയുന്ന മാസികയിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജനങ്ങളിൽ അകന്നു പോകുന്നതിനുള്ള കാരണങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഭരണാധികാരികൾ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാവാതിരിക്കുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കാതിരിക്കുകയും താങ്കൾ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി മുതൽ ഇതിനകത്തുള്ള ഈ പ്രാദേശിക നേതാക്കളും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമൊക്കെ ഈ വലിയ വ്യവസായികളുടെയും ബിസിനസ് ഇടനിലക്കാരുടെയും ഒക്കെ ദല്ലാളുമാരായിട്ടൊക്കെ മാറുന്നുണ്ട് എന്നതാണ് ആക്ഷേപമെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു പാർട്ടി സംവിധാനത്തിൽ പരിശോധിക്കപ്പെടുകയും അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ CPM-നെ പോലൊരു ഇടതുപക്ഷ പാർട്ടിക്ക് ഉള്ളത്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ സ്റ്റോൾഡ് ആയിരിക്കുന്നു. മാത്രമല്ല ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു ബാധ്യത ഈ നേതൃത്വത്തിന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണോ ശ്രീ NM പിയേഴ്സൺ താങ്കളുടെ വിമർശനം? ഇപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഈ കാര്യത്തിൽ പരിശോധന നടത്തുന്നില്ല എന്നതിന് ജയ്ക്ക് ഒരു മറുപടി പറഞ്ഞു. കാരണം ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തപ്പെടേണ്ടത്. എവിടെ നിന്നെങ്കിലും ഉയർന്നു വരുന്ന വിവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ആരോപണങ്ങളുടെയോ പുക കണ്ട ഉടനെ അത് അന്വേഷിക്കേണ്ട രീതിയല്ല സർക്കാരിനുള്ളത് എന്ന്. അല്ല, ഞാൻ പറയുന്നത് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് CPM-ന് എപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലേക്കും അതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലേക്കും ഒക്കെ അതുവരെ പാർട്ടി പ്രവർത്തനവുമായി യാതൊരു ബന്ധമില്ലാത്തതായ കച്ചവട സംഘങ്ങൾ കടന്നു വരാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കടന്നു വരികയും അവരുടെ കടന്നുകയറ്റം എന്ന് പറയുന്ന അപ്രതിരോധ്യമായിട്ടുള്ള രീതിയിൽ മാറിത്തീരുകയും ചെയ്യുമ്പോഴാണ് അത് ഈ ബിസിനസ് സമ്പ്രദായങ്ങളിലേക്കും ബിസിനസ് ഇടപാടുകളിലേക്കും അതിൽ ചില ആളുകളെയെങ്കിലും പിറക്കിക്കൊണ്ടു പോകുന്നത്. അത് തടയേണ്ടത് പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്വമാണ്. പാർട്ടിക്ക് അത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും. ഇപ്പം ഇവിടെ ഉയർന്നു വന്ന ആരോപണത്തിൻ്റെ പ്രത്യേകത എന്താണ്? 60 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. 60 ലക്ഷത്തിൻ്റെ കച്ചവടം ഉറപ്പിച്ച് 22 ലക്ഷം കൊടുത്തു എന്നാണ് വാർത്തയായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. PSC അംഗത്തിൻ്റെ ഒരു മാസത്തെ ശമ്പളം 2.5 ലക്ഷം രൂപയാക്കി മാറ്റണം എന്ന് പറയുന്ന ശുപാർശ നിലവിലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷം എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ് ശമ്പളമായിട്ട് കിട്ടാൻ പോകുന്നത്. 6 വർഷത്തേക്കാണ് ഈ ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിനപ്പോൾ 1,80 ലക്ഷം രൂപയാണ് ഈ 6 വർഷം കൊണ്ട് കിട്ടാനായിട്ട് പോകുന്നത്. കച്ചവടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 60 ലക്ഷം കൊടുത്താൽ എന്താണ്, ബാക്കി 1,20 ലക്ഷം എന്ന് പറയുന്ന അവരുടെ കയ്യിൽ വരില്ലേ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. അപ്പോൾ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അവരെ അകറ്റി നിർത്തുക. അവരെ അകറ്റി നിർത്തണമെങ്കിൽ എന്ത് വേണം? ഒരു തരത്തിലും ഈ ബിസിനസ് സംവിധാനങ്ങളിലേക്ക് ഇത് പോകാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമായിട്ടുള്ള കാരണങ്ങൾ, പ്രത്യയശാസ്ത്രമായിട്ടുള്ള നിലപാടുകൾ, അതിന് ഭാഗമായിട്ടാണ് സാധാരണ ഈ PSC. എന്തിനാണ് നമുക്ക് PSC അംഗങ്ങൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്? ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അവരുടെ യാത്രകൾ സർക്കാരിൻ്റെ വാഹനത്തിൽ അവരിങ്ങനെ രാജകീയമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്നു. അതല്ലാണ്ട് എന്ത് ഉത്തരവാദിത്തമാണ് അവർ നടത്തുന്നത്? PSC-യുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ ഏത് തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ രാഷ്ട്രീയ നേതാക്കളെ, ഒരു പാർട്ടിയുടെ പ്രത്യേകത അല്ലത്. എല്ലാ പാർട്ടികളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആളുകൾക്ക് പങ്കുവെക്കാനായിട്ടുള്ള സാധനങ്ങളാണ്. സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ബോർഡ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യപ്പെടുന്നത്. അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ അധാർമികതയും അഴിമതിയുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ രാജു P. നായർ, ഇവിടെ സർക്കാരിന്റെ നിലപാട് പരാതിയില്ല, കോഴ വാങ്ങിയതിനോ കൊടുത്തതിനോ തെളിവില്ല, ഇത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കോലാഹലം, പിന്നെ ചില തൽപര കക്ഷികളുടെ ഇടപെടൽ. അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ
ഒരു അന്വേഷണം വേണം, അത് പാർട്ടി അന്വേഷിച്ചാൽ പോരാ, പോലീസ് അന്വേഷിക്കണം എന്നാണല്ലോ. എന്ത് തെളിവ് കൊടുക്കാനുണ്ട് എന്നാണ് ജയ്ക്ക് ഈ ചർച്ചയിൽ ചോദിച്ചത്. അല്ല, ജയിക്കിന് മാത്രമായിട്ടൊരു മറുപടി പറയുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിൽ പഴയ ഒരു ഒപ്പം എന്ന് പറഞ്ഞൊരു സിനിമയിലുള്ളൊരു സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് ഈ ചെമ്പൻ വിനോദ് അവതരിപ്പിക്കുന്ന പോലീസിന്റെ കഥാപാത്രവും മാമുക്കോയെ അവതരിപ്പിക്കുന്ന സെക്യൂരിറ്റിയുടെ കഥാപാത്രമുണ്ട്. അതിൽ മരണം കണ്ടത് ആരാണ് എന്നുള്ളൊരു ചോദിക്കുന്ന ഒരു സീനുണ്ട്. വളരെ രസകരമാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതാണ് സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എവിടെയാണ് പരാതി എന്ന് ചോദിക്കുമ്പോൾ ആ പരാതിയെക്കുറിച്ച് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടോ? ആ പരാതിയുടെ ബേസിൽ മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ പറയാണ് റിയാസിന് യാതൊരു പങ്കുമില്ല. ഇതാരാണ് റിയാസിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാര്യം ആരാ? റിയാസിന് പങ്കില്ല, പരാതി കണ്ടിട്ടില്ല, പക്ഷെ റിയാസിന് പങ്കില്ല. അതെങ്ങനെയാ സാധിക്കുക? പരാതി കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊരു അറിവില്ല, ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത്, പക്ഷെ റിയാസിന് പങ്കില്ല. CPM ഓഫീസിൽ റിയാസിന് പങ്കില്ല എന്ന് അടിക്കുന്ന DTPയുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ? ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന്റെ പേരെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറയുന്ന റിയാസിന്റെ പേരെടുത്തിട്ട് പങ്കില്ല എന്ന് പറയുന്നതാണോ? നിങ്ങൾ പരാതി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ റിയാസിന് പങ്കില്ല എന്ന് നിങ്ങൾ ചെയ്തത്? മനസ്സിലായില്ലേ? പിന്നെ CPM പ്രതിനിധി ഈ ചർച്ചയെ പറയണം, അഴിമതിയുടെ ലാഞ്ചന കണ്ടാൽ അപ്പൊ തന്നെ അത് നടപടിയെടുക്കുന്ന ഒരു സർക്കാരാണ്. ആരാണ് ഈ ലാഞ്ചന കണ്ടെത്തേണ്ടത്? അഴിമതിയുടെ ലാഞ്ചന ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ അത് അന്വേഷണം നടത്തിയാലേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ആ അന്വേഷണം വാർത്തകൾക്കനുസരിച്ച് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന പരാതിയാണ്. അത് സംബന്ധിച്ച് പല ഘടകങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചകൾക്കെല്ലാം ശേഷവും 1.5 മാസമായിട്ടും ഈ പരാതി ഈ സംസ്ഥാനത്തെ വ്യവസ്ഥാപിത അന്വേഷണ സംവിധാനത്തിന് കൈമാറാൻ CPM തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? CPM പ്രതിനിധി ഇവിടെ പറയുന്നത് 24 ന്യൂസിനകത്ത് ഒരാളെ ഇതിനെ സംബന്ധിച്ച് പരാതി നടത്തിയാൽ അപ്പൊ തന്നെ അത് പുറത്തു പറയുമോ എന്നുള്ളതാണ്. ഞാൻ ഗോപികൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ന്യൂസിൽ 24 ന്യൂസിൽ ഒരു ക്യാമറമാന്റെ പോസ്റ്റിംഗ് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ നിന്ന് 2 ലക്ഷം രൂപ ഗോപികൃഷ്ണന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ മേടിക്കുകയാണ്. അത് വിവരം പുറത്തേക്ക് വരുന്നതാണ്. ഗോപികൃഷ്ണൻ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, ഗോപികൃഷ്ണൻ ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസിലേക്ക് ഒരു പരാതി അയക്കും. എൻ്റെ പേരിൽ രാജു പി നായർ എന്ന് പറയുന്ന ഒരാൾ പണം മേടിച്ച് ആൾക്കാരെ പറ്റിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികൃഷ്ണൻ ഒരു പരാതി കൊടുക്കും. എപ്പോഴാ? ഗോപികൃഷ്ണൻ ഒളിക്കാനൊന്നുമില്ലെങ്കിൽ, ഗോപികൃഷ്ണൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഗോപികൃഷ്ണന് മടിയിൽ കനവില്ലെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ ഇത് ചെയ്യും. ഇത് 4ഉം ഇല്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആ ആരോപണങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിന്റെ പുറത്ത് അടയിരിക്കുന്നത്. പിന്നെ CPM പ്രതിനിധി മറ്റൊന്നാണ്, വാർത്തകൾ കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തു പറ്റി? ജനാധിപത്യമൊക്കെ ഇവര് ഗോപികൃഷ്ണനിടയ്ക്ക് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ദയവേത് നിങ്ങൾ ഇനി ആ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലെ ഇടതുപക്ഷത്തെ അപമാനിക്കരുത്. CPM ഇടതുപക്ഷം എന്ന് വിളിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ കച്ചവട പാർട്ടിയായിട്ട് മാറി. ശ്രീ പിയേഴ്സൺ ഇവിടെ സൂചിപ്പിക്കുന്നല്ലോ, അതേ രീതിയിൽ തീവ്ര വലതുപക്ഷ കച്ചവട പാർട്ടിയായി മാറിക്കഴിഞ്ഞൊരു പാർട്ടിയാണ്. അതിനെ ഇടതുപക്ഷം നിങ്ങൾ വിശേഷിപ്പിക്കരുത് ദയവേത്. അപ്പോ അവിടെ പറയുകയാണ് CPM പ്രതിനിധിയോട് എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ ചർച്ച കഴിയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറയണം, പുതിയൊരു നിയമം കൊണ്ടുവരണം. എന്നിട്ട് പോലീസും വിജിലൻസ് ഉൾപ്പെടെ മുഴുവൻ സംവിധാനത്തിനും ഈ പ്രതിപക്ഷ നേതാവിനും കൂടി ഒരു സേന ഉണ്ടാക്കാൻ പറയണം. ഈ രാജ്യത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും അത് പുറത്തു കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കുകയും അത് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നിയമസഭയിൽ അന്വേഷണം ആവശ്യപ്പെടുകയും സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെടുന്ന പണിക്കാണ് പ്രതിപക്ഷം എന്ന സംഭവത്തിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങോട്ടേക്ക് പോയോ എത്ര പെട്ടെന്ന്? നിങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യം അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടല്ലേ വന്നത്? ഇന്ത്യ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? നിങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേക സേനയെ വെച്ച് അന്വേഷണം നടത്തി അതിൽ നിന്നുള്ള തെളിവെല്ലാം കണ്ടുപിടിച്ച് രേഖകളൊക്കെ എടുത്തു വെച്ചിട്ടാണോ അന്വേഷണം നടത്തുന്നത്? ആരോപണമുണ്ടായി, ആ ആരോപണത്തിൽ ഇവിടെ പറഞ്ഞത് തെറ്റാണ്. ആരോപണത്തിൽ വ്യക്തമായി ആരാണ് എന്നറിയാം, എത്ര രൂപ കൈമാറി എന്നറിയാം. CPM പ്രതിനിധി ചോദിച്ചത് ആര് കൊടുത്തു എന്നറിയാമോ, എത്ര കൊടുത്തു എന്നറിയാമോ? നിങ്ങൾ ഈ വാർത്തയെ സംബന്ധിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാതെയാണോ ചർച്ചയ്ക്ക് വരുന്നത്? അത്രയ്ക്ക് വലിയ ഒരു മണ്ടത്തരം അങ്ങ് കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോ നിങ്ങൾ കള്ളം പറയുകയാണ്.
ഇത് ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു, എത്ര കൊടുത്തു, എന്തായിരുന്നു ഓഫർ? ആ ഓഫർ നടക്കാതെ വന്നപ്പോൾ മറ്റൊരു ഓഫർ എന്ത് കൊടുത്തു? അല്ല ശ്രീ രാജു പി നായർ, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞത് ഈ പണം, വാങ്ങിയ പണം തിരിച്ചു നൽകി സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം സഭയിൽ ഉന്നയിച്ചത്? ഗോപീഷ്ണൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഗോപീഷ്ണൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ട് ഇത് പോലീസിന് കൊടുക്കുന്നില്ല? കാരണം പോലീസിന് ഇത് കൊടുത്താൽ ഈ സംഭവത്തിൽ ആരാണോ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് മൊഴിയെടുക്കേണ്ടി വരും. അങ്ങനെ മൊഴിയെടുത്താൽ അവർക്ക് പണം കൊടുത്തതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ? ഇത് ഒന്നാമത് കൊടുക്കുന്നതും കുറ്റകരമാണ്, വാങ്ങുന്നതും കുറ്റകരമാണ്. അപ്പോൾ കൊടുത്തവരുടെ ഉദ്ദേശം എന്താ? പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി പണം തിരിച്ചു മേടിക്കണം. മേടിച്ചവരുടെ ഉദ്ദേശം എന്താ? ഈ പണം എങ്ങനെയെങ്കിലും കൊടുത്ത് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണം. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക്, വിജിലൻസിലേക്കോ പോലീസിലേക്കോ അയച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പുറകിൽ സെറ്റിൽമെന്റ് നടത്താൻ കഴിയുമോ? അതാണ് ഇതിനകത്തെ പ്രശ്നം. തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും തട്ടിപ്പുകാരായിട്ട് മാറിയിരിക്കുന്നു. ശുദ്ധ തട്ടിപ്പുകാരായിട്ട് മാറിയിരിക്കുന്നു. ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കി പണം മേടിക്കുക, അത് വിഷയമാകുമ്പോൾ പണം തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന കള്ളന്മാരുടെ സംഘമായിട്ട് കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു. ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ? പിന്നെ PSCയുടെ അഭിമാനങ്ങളെ ആരാ കളഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ ഗോപീഷ്ണൻ, ഇവിടെ NCP പണം മേടിച്ചു എന്ന് പറഞ്ഞത് ആരാ? കോൺഗ്രസ് ആണോ, പ്രതിപക്ഷമായിരുന്നോ? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ കോൾ അല്ല ലീക്കായത്. NCP PSCക്ക് വേണ്ടിയിട്ട് പണം മേടിക്കുന്നു എന്ന് പറഞ്ഞത്. JDS പണം മേടിക്കുന്നതിനെ സംബന്ധിച്ച് വന്നതാര? ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചതാണല്ലോ. അവസാനം മന്ത്രിയുടെ ഒബ്ജക്ഷൻ വന്ന് അദ്ദേഹത്തിന് മറ്റൊരാളെ വെക്കണമായിരുന്നു. അതിന്റെ പേരിലാണോ നടക്കാതെ പോയത്? INL സംഭവം വന്നല്ലോ. ഇതെല്ലാം ആരാണ് PSCയെ കളങ്കപ്പെടുത്തുന്നത്? ഈ 3 വിഷയമുണ്ടായപ്പോൾ അത് അന്വേഷിച്ചതെങ്കിൽ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തെങ്കിൽ മറ്റൊരാള് അത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താൻ തയ്യാറാവുമോ? അപ്പൊ അത് നടത്താത്തത് ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ തട്ടിപ്പ് നടന്നു, തന്റെ പേരിൽ, റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായിട്ടും അതിന് പരാതി കൊടുക്കാത്തത് അദ്ദേഹത്തിന്റെ കൂടെ അറിവോടുകൂടി നടന്ന തട്ടിപ്പാണെന്നുള്ളതിന്റെ നമുക്ക് ന്യായമായും സംശയിക്കാലോ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഗോപീഷിനോട് ചോദിച്ച ചോദ്യം ചോദിക്കുമല്ലോ, ആത്മാർത്ഥതയും സത്യസന്ധവും കളങ്കരഹിതമായ പൊതുജീവിതം ഉണ്ടെങ്കിൽ പോലീസ് പരാതി കൊടുക്കട്ടെ. എന്റെ പേര് പറഞ്ഞ് തട്ടിപ്പുടത്തുന്നു. കേരളത്തിലെ ഒരു മന്ത്രിയാണ്. ശരി രാജു പി നായർ, ഞാൻ വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ വിവാദത്തെ ഈ PSC അംഗത്വത്തിന് കോഴ വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു മോശം സമ്പ്രദായത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ അതിൻ്റെ ഒരു പുറത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഓരോ പാർട്ടികളും പൈസ വാങ്ങിച്ചിട്ടാണ് PSC അംഗത്വം വാഗ്ദാനം ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നത്. പണ്ട് കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ എഴുതിയ ആൾക്ക് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി PSC അംഗത്വം എന്തോ 50 ലക്ഷം രൂപയോ എന്തോ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഈ UDFന്റെ കാലത്താണെങ്കിലും LDFന്റെ കാലത്താണെങ്കിലും ഇതുപോലെ ഓരോ ഈ കേരളത്തിലാണ് 21 PSC അംഗങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 6ഓ 7ഓ ഒക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൽ 9 പേരുള്ളപ്പോൾ കേരളത്തിൽ 21 പേരുണ്ട്. ഈ 21 പേരെയും നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റുകയാണ്. നേരത്തെ ശ്രീ പിയേഴ്സൺ പറഞ്ഞ കണക്ക്. അതിനുശേഷം എനിക്കൊന്ന് കഴിഞ്ഞ വർഷം കേരളത്തിലെ PSC ഒരു പുതിയ സാലറി സ്കെയിലിനൊക്കെ ശുപാർശ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 4 ലക്ഷം രൂപയൊക്കെ വേണമെന്നാണ്, മാസശമ്പളം വേണമെന്നാണ് പുതിയ ഒരു നിവേദനമായിട്ട് PSC തന്നെ സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. അത് സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ പോയാൽ ഈ 60 ലക്ഷം എന്നൊക്കെ പറയുന്നത്, 50 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ തുകയാണ്. അതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റും, തിരിച്ചു വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഇതുപോലെയുള്ള ആൾക്കാർ, ഈ പ്രാഞ്ചേട്ടന്മാരും അല്ലെങ്കിൽ മറ്റു പലരും ഇതുപോലെയുള്ള PSC അംഗത്വത്തിനൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് NCP പോലെയും അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസ് പോലെയൊക്കെയുള്ള ചെറിയ പാർട്ടികൾ ഇത് ലേലത്തിന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ JDSൽ ഇപ്പോഴും അത് ലേലത്തിന് വെച്ചിരിക്കുക എന്നാണ് കേൾക്കുന്നത്. ഇതുവരെ ആർക്കും അവർ കൊടുത്തിട്ടില്ല അവർക്ക് കിട്ടിയ PSC അംഗത്വം. പക്ഷേ CPM എന്ന പാർട്ടിയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, പണത്തിന് വലിയ ആവശ്യമൊന്നുമില്ലാത്തൊരു പാർട്ടി
എന്തിനാണ് ഇങ്ങനെ ഒരു നാണം കെട്ട രീതിയിൽ ഈ ബോർഡ് കോർപ്പറേഷൻ എന്തായാലും അവർക്ക് അവരുടെ ആൾക്കാരെ ഉള്ളതാണ്. ഈ PSC അംഗത്വം പോലെയുള്ള പദവികൾ ഇവിടെ പാർട്ടി പ്രവർത്തകർക്കോ ആർക്കെങ്കിലും ഒക്കെയോ അവിടെ പാർട്ടിയുടെ ആൾക്കാരെ തന്നെ ഇരുത്താൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ 50 ലക്ഷത്തിനോ 60 ലക്ഷത്തിനോ? ആനന്ദ് കൊച്ചുകൂടി, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്തൊരു സാങ്കേതിക ഭാഗം കൂടി ഉണ്ടല്ലോ. ആരാണ് പരാതിക്കാർ, ആര് പരാതിപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഈ PSC അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന വിവരം എങ്ങനെ പുറത്തു വന്നു, ആ വിവരം പുറത്തു വന്നതിന് പിന്നിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാതലായ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ കിടക്കുകയാണല്ലോ. അല്ല, അത് ഇപ്പം എനിക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ടുള്ള മനോരമയിലും മാതൃഭൂമിയിലും പത്രങ്ങളിലൊക്കെ ഇതിൻ്റെ പല കാര്യങ്ങൾ പുറത്ത് ചെറിയ ചെറിയ ശകലങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആൾ കോഴിക്കോടുള്ള ഒരു ബിസിനസ്മാനാണ്. അമർ എന്നു പേരുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഇതിൻ്റെ അകത്തെ വലിയ ഒരു ഭാഗവാക്കായിട്ടുള്ള ആൾ. അദ്ദേഹവും നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ഷംസീറിൻ്റെ സഹോദരനുമായിട്ട് ഉള്ള ബിസിനസ്സുകളെ കുറിച്ചൊക്കെ മാതൃഭൂമിയിൽ പരമ്പരയായിട്ട് തന്നെ പല കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളുകളായി. അതിനുശേഷം ഈ റിയാസിൻ്റെയും ഷംസീറിൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഈ ഇപ്പോഴത്തെ ഈ ആരോപണ വിധേയൻ അദ്ദേഹം ഇപ്പോൾ റിയാസുമായിട്ട് അത്ര നല്ല ബന്ധത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഈ വിഭാഗീയതയുടെ കാരണമായിട്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നതും. റിയാസിനെ കരിവാരി തേക്കാൻ മറ്റു വിഭാഗം, കോഴിക്കോട് തന്നെയുള്ള മറ്റു വിഭാഗം നടത്തുന്ന പണിയായിട്ടും, പിന്നെ ഇനിയിപ്പോൾ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ CPMൻ്റെ പലതരത്തിലുള്ള ഈ ജില്ലാ കമ്മിറ്റി, പുതിയ മോഹനൻ മാഷെ മാറ്റി ആര് അവിടെ ജില്ലാ സെക്രട്ടറി ആകും എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ കോഴിക്കോട് നടക്കുന്നുണ്ട്. അവിടെ ഇതെല്ലാം വിഭാഗീയതയുടെ കാരണമായിട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. ജോർജ് എം തോമസിൻ്റെ കാര്യം നമുക്കറിയാം. തിരുവമ്പാടിയിലെ മുൻ MLA ആയിട്ടുള്ള 2 തവണ MLA ആയിട്ടുള്ള ജോർജ് എം തോമസ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണല്ലോ. അദ്ദേഹത്തിന് ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. അതുപോലും ഈ വിഭാഗീയതയുടെ കാരണമാണ്. ഇപ്പോൾ അവിടെയൊക്കെ ജില്ലാ കമ്മിറ്റി ഒരു നടപടിയും എടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ ഗോവിന്ദൻ മാഷാണ് കഴിഞ്ഞ തവണ ഒരു ജോർജ് എം തോമസിനെ പുറത്ത് ആക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് പോലും സംസ്ഥാന കമ്മിറ്റികളിലാണ് ഇതിൻ്റെ തീരുമാനം പോലും എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പോലും ഇതെല്ലാം മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് മൂടി വെച്ചില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി പുറത്തു വരും. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. വളരെ ചെറിയ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ ഈ എളമരം കരീം ഉപയോഗിച്ച വണ്ടി പോലും ഈ പറയുന്ന ബിസിനസ്സുകാരൻ്റെയാണ്. അമർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ ഇന്നോവയാണ് അദ്ദേഹം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഉപയോഗിച്ചത്. ഇതുപോലെ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, അവിടെയുള്ള പല ബിസിനസ്സുകാരുമായിട്ട് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിലെയും ഏരിയ കമ്മിറ്റിയിലെയും പല അംഗങ്ങൾക്കും പല വിധത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളുണ്ട്. ഇത് പത്രങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും പത്രങ്ങളിൽ പേര് വെക്കാറില്ല ബിസിനസ്സുകാരുടെ. പക്ഷേ ഈ ആരാണ് ഏതാണെന്നൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ്. ഈ CPM ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ CPM ഇപ്പോൾ ഒരു ഇടതുപക്ഷ പാർട്ടിയല്ല, ഇതൊരു മധ്യവർഗ പാർട്ടി പോലുമല്ല. ഇതിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഈ വലതുപക്ഷ പാർട്ടി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഇതെല്ലാം ബിസിനസ്സുകളുടെ ഭാഗമായിട്ട്, ഫോക്കസുകളുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഡീലുകൾ നടത്തുന്ന നേതാക്കളുള്ള പാർട്ടിയാണ്. ശരി, ഞാൻ വരാം. ഇനി ഞാൻ ജയിക്കിലേക്ക് നോടെ. ശ്രീ ജെയ്ക് സി തോമസ്, ഇപ്പോൾ നേരത്തെ ജെയ്ക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞു പാർട്ടിക്കകത്ത് പരാതി ഉണ്ടെങ്കിലും പാർട്ടിക്കകത്ത് പരാതി ഉയർന്നില്ലെങ്കിലും ആ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ വന്ന് പറയേണ്ടതല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഈ കോഴിക്കോട്ടെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ക്വാറി ഇടപാടുകൾ, അതുപോലെ തന്നെ ഈ വൻകിട കെട്ടിട നിർമ്മാതാക്കൾ ബിൽഡേഴ്സുമായിട്ടുള്ള സൗഹൃദങ്ങൾ, അതുപോലെ ഈ കെട്ടിടങ്ങൾ മറച്ചു നൽകുന്ന ഇടപാടുകൾ, ഇങ്ങനെയൊക്കെ ഇതിനകത്തെ ചില ആളുകൾ ഇതിൻ്റെയൊക്കെ ദല്ലാൾമാരായി ഇടനിലക്കാരായി നിൽക്കുന്നു എന്ന ഒരു വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഇപ്പോൾ ഈ ജോർജ് എം തോമസിനെയൊക്കെ തിരികെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും വിഭാഗീയതയും ഒക്കെ ഈ കോഴിക്കോട്ടെ CPMനകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടിയൊക്കെ പറഞ്ഞതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ശുദ്ധീകരണ ക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലേ ജേക്ക്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചർച്ച 8-2 ആകുന്നു. ഞാനും അങ്ങയും തമ്മിലുള്ള ദീർഘസമയം ഇടപെട്ടുകൊണ്ടുള്ള ഒരു 10 മിനിറ്റ്, പരമാവധി 10 മിനിറ്റിൽ താഴെയുള്ള സംഭാഷണത്തിന് ശേഷം ഒരു 22 മിനിറ്റിലധികം സംസാരിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധിയും ആദരണീയനായ രാഷ്ട്രീയ പ്രവർത്തകനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ശ്രീ പിയേഴ്സണും പിന്നീട് പക്ഷപാതിത്വമുള്ള മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ ആനന്ദുമാണ്. അപ്പൊ ഇവരൊക്കെ
ഈ ചർച്ചയിൽ വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ടുകൂടെ സ്വാഭാവികമായി ആക്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ്. ഈ ചർച്ചയിൽ അതിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന എന്നെ കൂടെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ അങ്ങ് സ്വാഭാവികമായി എന്നെ അനുവദിക്കില്ല. പക്ഷെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾക്ക്, നട്ടാൽ കുരുക്കാത്ത ചില നുണകൾക്കെങ്കിലും പ്രതികരിക്കാനുള്ള സമയം എനിക്ക് നൽകണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ആദരണീയനായ പിയേഴ്സൺ അദ്ദേഹത്തിന്റെ ചർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്നത് പോലെ ഭരണത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണെങ്കിലും ശരി, മറ്റ് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട പാർട്ടികളെ പോലെ അഴിമതിയുടെയും മറ്റും സാമ്പ്രദായികമായ സ്വഭാവം, അതിസമ്പന്നന്മാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന തെറ്റായ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചില സ്വഭാവങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും ഉണ്ടാകുന്നു എന്ന് വിമർശനം അദ്ദേഹം പൊതിഞ്ഞു പറഞ്ഞു. അങ്ങ് സത്യസന്ധമായി ഇത് വിലയിരുത്തിയിട്ടാണോ പറയുന്നത്? അങ്ങയുടെയും എന്റെയും മുമ്പിൽ പബ്ലിക് ഡൊമൈനിൽ നൽകുന്ന വിവരങ്ങൾ എന്താണ്? 2016 ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത്, ഒന്നാം സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വായിച്ചിരുന്ന എന്റെ ഓർമ്മ ശരിയെങ്കിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഴിമതി കൂടിയ ആദ്യത്തെ 6 സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അത് അങ്ങയും ഞാനും വിചാരിച്ചാൽ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ മറയ്ക്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ പിന്നീടോ 2020 വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഓഫ് ഇന്ത്യയും അതേപോലെ ലോക്കൽ സർക്കിൾസും നടത്തിയിട്ടുള്ള കണക്കെടുപ്പിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി 4 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് മാറിയത്? ആദരണീയനായ പിയേഴ്സൺ ഒന്ന് പറയണം. അത് പാർട്ടി ഓഫീസിൽ അതിസമ്പന്നന്മാർ വന്ന് നിന്നിട്ടാണോ, അതോ അഴിമതിക്കാരുടെ തെറ്റായ കള്ളത്തരങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷമോ അതിന് നേതൃത്വം നൽകുന്ന CPIMO കൂട്ടുന്നതാണോ? അങ്ങ് 2 ദിവസം മുമ്പ് വന്ന വേറൊരു കണക്ക് ശ്രദ്ധിച്ചില്ലേ? സാധാരണഗതിയിൽ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കപ്പെടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചല്ലേ? അങ്ങ് ശ്രദ്ധേയമായി മറ്റാരേക്കാളും, ഈ പാനലിൽ പങ്കെടുക്കുന്ന മറ്റാരേക്കാളും ശ്രദ്ധേയവും ചരിത്രപരവുമായി അങ്ങ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളല്ലേ? അങ്ങയുടെ ഓർമ്മകളുടെ അനുഭവത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അഴിമതിയും അതേപോലെ തെറ്റായ നടപടിക്രമങ്ങളുടെയും ഭാഗമായി ഇന്നയോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു പോലീസുകാരൻ, DYSP SP റാങ്ക് വരെ നീണ്ടു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിരിച്ചുവിടപ്പെട്ട അനുഭവമുണ്ടോ? കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും മാധ്യമങ്ങൾ ചെവി പൊത്തി കേൾക്കാതെ നടിച്ചതുമായ ഏറ്റവും സുപ്രധാനമായ കണക്കെന്താണ്? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 103 പോലീസ് ഉദ്യോഗസ്ഥരെയാണ്, കോൺസ്റ്റബിൾ മുതൽ DYSP വരെ നീണ്ടു നിൽക്കുന്ന 103 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മെമ്മോ കൊടുക്കുകയല്ല, സസ്പെൻഡ് ചെയ്യുകയല്ല, ഏത് സമ്പന്നന്റെയും മുഖമടച്ച് നോക്കി കിടക്ക് പുറത്തെന്ന് പറഞ്ഞ് 103 പേരെ പിരിച്ചുവിട്ടു. ഏതെങ്കിലും സമ്പന്നന്മാർക്ക് കീഴടങ്ങിയിട്ടാണോ? ഏതെങ്കിലും അഴിമതിക്കാർക്ക് നട്ടല് വളച്ച് കൊടുത്തിട്ടാണോ? ഇതൊക്കെ അങ്ങ് വിലയിരുത്തണമെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം. പിന്നെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മാത്രം അമ്മായി അച്ഛനും മരുമകനും എന്ന് വിളിക്കാൻ എല്ലായ്പ്പോഴും മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് നമ്മുടെ പാനലിൽ നിഷ്പക്ഷ സ്വഭാവത്തോടു കൂടെ വന്നിരിക്കുന്ന ശ്രീ ആനന്ദ് കൊച്ചുകുടി. അദ്ദേഹം വയനാട് പാർലമെന്റ് മെമ്പറേയും അദ്ദേഹത്തിന്റെ അമ്മയും കൊച്ചുമകനും അമ്മൂമ്മയും എന്ന് വിളിക്കാറില്ല. ഇപ്പോൾ ബൈ ഇലക്ഷനിൽ മത്സരിക്കാൻ വരുന്ന സഹോദരിയെ നോക്കി കൊച്ചുമകളും അളിയനും എന്ന് വിളിക്കാറില്ല. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും DYFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയ പ്രവർത്തകനായ സഖാവ് മുഹമ്മദ് റിയാസിനെയും അദ്ദേഹം മറ്റു പേരിൽ ആക്ഷേപിക്കും. അതാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി 24 ന്യൂസിൽ ഇപ്പോൾ ഒരു കള്ളിയിൽ എന്റെ അപ്പുറം ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകന്റെ രാഷ്ട്രീയം. അദ്ദേഹവും ഒപ്പം ആദരണീയനായ പിയേഴ്സണും പങ്കുവെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഇത്രയും അധികം അംഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് PSCയിൽ? അങ്ങ് ആലോചിക്കണം. 2016 അങ്ങനെ ഒരു ഫയൽ ഒപ്പുവെച്ച മനുഷ്യന്റെ പേര് കൂടെയാണ് പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് PSCയിൽ അംഗങ്ങൾ കൂടി വന്നത്? മാധ്യമ പ്രവർത്തകനായി അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? വയ്യാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞു തരാം, അങ്ങ് കേട്ടു. 982 വരെ 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതായത് EMSന്റെ കാലയളവിൽ 57 മുതൽ 82 വരെ ആദരണീയനായ മാധ്യമ പ്രവർത്തക 9 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 9 അംഗങ്ങൾ ഉണ്ടായിരുന്നവരെ 13 അംഗങ്ങളാക്കിയത് എപ്പോഴാണ്? 983 ഏതാണ് സർക്കാർ എന്ന മാധ്യമ പ്രവർത്തകൻ അറിയണ്ടേ? അത് UDFന്റെ ഗവൺമെന്റ് ആണ്. 984 13 15 ആക്കി. ഏതാണ് സർക്കാർ എന്ന മാധ്യമ പ്രവർത്തകൻ അറിയണ്ടേ? അത് UDFന്റെ ഗവൺമെന്റ് ആണ്. 984 15 ആക്കിയത് 2005 18 ആക്കി. 2005 18 ആക്കിയ ഉത്തരവിന്റെ ചുവട്ടിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ഞാൻ മാധ്യമ പ്രവർത്തകനെ ഓർമ്മിക്കണോ? അങ്ങേക്ക് അസന്തുഷ്ടി തോന്നുമെങ്കിലും എനിക്ക് പറയാതിരിക്കാനാവില്ല. ആ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവാണ്, മൺമറഞ്ഞു പോയ കോൺഗ്രസിന്റെ നേതാവാണ്. 2005 18 ആക്കിയ PSC അംഗങ്ങളെ 2013 എത്തിയപ്പോൾ 21 ആക്കി. 2005 2013 21 അംഗങ്ങളാക്കി വർദ്ധിപ്പിച്ച ഉത്തരവിൽ ഒപ്പുവെച്ച നേതാവിന്റെ പേര് മാധ്യമ പ്രവർത്തകൻ അറിയണ്ടേ? അത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ മൺമറഞ്ഞു പോയ നേതാവാണ്. അതായത് 9 അംഗങ്ങളുള്ള കേരളത്തിന്റെ PSCയെ 21 അംഗങ്ങളാക്കി മാറ്റിയ എല്ലാ സർക്കാരും നയിച്ചത് ഒരൊറ്റ പാർട്ടിയാ. അറിയുമോ മാധ്യമ പ്രവർത്തക? ആ പണാപഹരണം നടത്തിയ, ആർഭാടം നടത്തിയ, ജനങ്ങളുടെ കാശ് പൊടിപൊടിക്കാൻ നേതൃത്വമായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അതാണ് ഇവിടെ ഇരിക്കുന്ന രാജു P നായർ നേതൃത്വം നൽകുന്ന കോൺഗ്രസ്. പക്ഷേ മാധ്യമ പ്രവർത്തകരും ആദരണീയനായ പിയേഴ്സണും
PSC ഇത്രയും വളർന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ആരാണ് ഇത്രയും വർദ്ധിപ്പിച്ചത് അത് മാത്രം അറിയില്ല. ഒരാള് മുതൽ 21 വരെ ആക്കിയത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമാണ്. പിന്നെ PSCയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ കോൺഗ്രസ് നേതാവ് പറയുന്നു, PSC വലിയൊരു ഏജൻസി പോലും. എന്താണ് PSCയുടെ പ്രത്യേകത എന്നുള്ളത് അല്ലേ? 2023 UPSC ഒരു കത്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അറിഞ്ഞിട്ടില്ല കേട്ടോ. 7 മണി മുതൽ 10 മണി വരെയുള്ള പ്രൈം ന്യൂസ് അവർ ഡിബേറ്റിലെ അവതാരപ്പിറവിയെടുത്ത പുരുഷന്മാരും വനിതകളും നമ്മളോട് ആക്രോശിച്ച വിവരം പറഞ്ഞിട്ടില്ല. എന്താണ് UPSC പുറത്തിറക്കിയ വിവരം? 2023 കോൺഗ്രസ് പ്രവർത്തകൻ കേൾക്കണം, കേരളത്തിലെ നമ്മുടെ PSCയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ആകെ നടത്ത നിയമനം എത്രയാണ്? UPSC പറയുന്നു 51,326 അതായത് ഇന്ത്യയിൽ 25 സംസ്ഥാനങ്ങൾ 51,326 ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തു. കേരളത്തിലെ PSC അതിൽ കൊടുത്ത ജോലി എത്രയാണ്? 34,110. അതായത് ഇന്ത്യയിൽ ഈ ആകെ നടത്തപ്പെട്ട 54,000 ജോലികളിൽ 34,000 കൊടുത്തത് കോൺഗ്രസ് നേതാവ് നമ്മുടെ PSC ആണ്. എന്റെയും അങ്ങയുടെയും അഭിമാനമായ നമ്മുടെ PSC. നമ്മുടെ ഇരട്ടി പോപ്പുലേഷൻ ഉള്ള UP 24 കോടിയോ മറ്റുമാണ് UPയുടെ പോപ്പുലേഷൻ. ഒരു വർഷം എത്ര പേർക്കാ ജോലി കൊടുത്തെന്ന് അറിയുമോ? 4,140 അങ്ങേക്ക് അറിയുമോ? ആ 24 കോടിയുള്ള സംസ്ഥാനത്തിന്റെ 8-10 ഇരട്ടി ജോലി കൊടുക്കുന്നതാണ് കേരളത്തിന്റെ PSC. ആ PSC അതുകൊണ്ടൊക്കെ ഈ PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം ന്യായീകരിക്കപ്പെടില്ലല്ലോ ഈ പറഞ്ഞതുകൊണ്ടൊന്നും. ഇല്ല, അങ്ങ് ശ്രദ്ധിക്കണം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 7-ാം മിനിറ്റ് ആയേ ഉള്ളൂ. 22 മിനിറ്റ് എടുത്ത് ബാക്കി പറഞ്ഞ ആളുകളോട് മറുപടി പറയവയാണ് അങ്ങ് 7-ാം മിനിറ്റിൽ എന്നോട് ഇടപെടുന്നത്. ഒറ്റ കാര്യോട് പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. അദ്ദേഹം പറയുന്നു ഏതോ മാമുക്കോയുടെയും മറ്റും സിനിമയുടെ ഹാസ്യരംഗത്തേക്ക് അദ്ദേഹം ഓർമ്മിച്ചു. നല്ലത്. പ്രതിപക്ഷ നേതാവിന്റെ നിയമസഭയിലെ പ്രസംഗങ്ങളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഹാസ്യരംഗങ്ങൾ കോൺഗ്രസ് നേതാവിന് ഓർമ്മ വരുന്നത് നല്ലതാണ്. പ്രേക്ഷകർ വിലയിരുത്തട്ടെ. എന്തുകൊണ്ടാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കേണ്ടതായി വന്നത്? അദ്ദേഹം തെളിവിനെ സംബന്ധിച്ച് പറയുന്നു അല്ലെ? തെളിവിന്റെ മൊത്ത കച്ചവടക്കാരനായി നടക്കുന്ന ഒരു MLA ഉണ്ടെന്ന് മൂവാറ്റുപുഴയില്. എന്തായി? മാസപ്പടി എന്നും CMR എന്നും പറഞ്ഞിട്ട് വിജിലൻസ് കോടതിയിലേക്ക് ചെന്നല്ലോ. മേലാൽ ഈ വഴി വന്നു പോകരുതെന്നാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി വന്നത് അല്ലെ? ഈ വാർത്ത അച്ചടിച്ചു കൊടുത്ത മാധ്യമ വാർത്തകളെ പ്രതീക്ഷിച്ച് പ്രസംഗം മാത്രം നടത്തുന്ന ഒരു തൊഴിലാളിയായി പ്രതിപക്ഷ നേതാവ് മാറാൻ പാടില്ല. അത് ഉത്തരവാദിത്തത്തോടു കൂടെയുള്ള രാഷ്ട്രീയ വിമർശനം. എന്തുകൊണ്ടാണ്? മാധ്യമ പ്രവർത്തകന്റെ ഓർമ്മയിലുണ്ട്. മാധ്യമങ്ങൾ അച്ചടിച്ചു കൊടുക്കുകയും പ്രതിപക്ഷ നേതാവ് പറയുകയും കേട്ടിട്ട് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ ക്യൂ നിന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയിൽ അഴിമതി. എവിടെ പോയി കോൺഗ്രസ് നേതാവെ? AI ക്യാമറ അഴിമതി. ബ്രൂവറി അഴിമതി. എവിടെ പോയി കോൺഗ്രസ് നേതാവെ? ബ്രൂവറി അഴിമതി. ലൈഫ് മിഷൻ അഴിമതി. എവിടെ പോയി കോൺഗ്രസ് നേതാവെ? ലൈഫ് മിഷൻ അഴിമതി. K-ഫോൺ അഴിമതി. എവിടെ പോയി കോൺഗ്രസ് നേതാവെ? K-ഫോൺ അഴിമതി. ബിരിയാണി ചെമ്പിലെ സ്വർണത്തിന്റെ അഴിമതി എവിടെ പോയി? നമ്മുടെ ക്ലിഫ് ഹൗസിലേക്കുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നായികയുടെ ചിത്രം എവിടെ പോയി? സെക്രട്ടേറിയറ്റിലെ ഫയലിന് തീയിട്ടത് എവിടെ പോയി? ഖുറാനിലെ സ്വർണ്ണക്കെടുത്ത് എവിടെ പോയി? അതോടൊപ്പം ഇങ്ങനെ കെട്ടിക്കോഷിച്ച് വന്ന 1000 കഥകളുണ്ട്. 1000 കഥകൾ. ഏതെങ്കിലും ഒരെണ്ണത്തിന് തെളിവുണ്ടോ കോൺഗ്രസ് നേതാവെ? അങ്ങേക്ക് വേണ്ട, അങ്ങയുടെ പ്രതിപക്ഷ നേതാവിനോട് പറ ഒരെണ്ണത്തിന് തെളിവ് കൊണ്ടുവരാൻ. കാറ്റാടിപ്പാടത്തെ കോടികളുടെ അഴിമതി എവിടെ പോയി? ഇത് K-ഫോണിന്റെ കേബിളിലെ ചൈനീസ് കമ്പനിയുടെ എലമെന്റ് എവിടെ പോയി? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇനി ആങ്കറുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ 8 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. 22 മിനിറ്റുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇതുകൊണ്ടൊക്കെ PSC നിയമനത്തിന് ബ്രൈബ് വാങ്ങിയത് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയ സ്വഭാവത്തോടു കൂടെയുള്ള ആരോപണം മറക്കപ്പെടുമോ എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഈ ആരോപണങ്ങൾ ഞാൻ ഇപ്പോൾ AI ക്യാമറ മുതൽ കാറ്റാടിപ്പാടത്തെ കോടികളും സെക്രട്ടേറിയറ്റിന് തീയിട്ടതും ക്ലിഫ് ഹൗസിന്റെ ക്യാമറയിൽ മിന്നിമറിഞ്ഞു പോയതും ഉൾപ്പെടെയുള്ള ഇവർ പറഞ്ഞ അങ്ങേയറ്റ കെട്ടിച്ചമച്ച കള്ളത്തരങ്ങൾക്കപ്പുറം കാൽക്കാശിന് വിലയുള്ള എന്തെങ്കിലും ഒരു തെളിവ്, ഒരു പരാതി വരട്ടെ, കോടതിയിൽ വരട്ടെ, പോലീസ് സ്റ്റേഷനിൽ വരട്ടെ, സ്വാഭാവികമായി കേസെടുക്കില്ലേ? ഞങ്ങൾ ആരെങ്കിലും തീരുമാനിച്ച് അത് തടയാൻ പറ്റുമോ? ഇല്ലല്ലോ. എത്ര അനുഭവങ്ങളുണ്ട്. ശ്രീ രാജു പി നായർ. ഗോപീഷ്ണൻ, വളരെ രസകരമാണ്. ഈ CPM പ്രതിനിധി സംസാരിക്കുമ്പോൾ ഈ കുറച്ചുകൂടിയൊക്കെ വസ്തുതാപരമായിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം കുറെ അഴിമതികളുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്തായാലും അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഈ PSC അംഗങ്ങളുടെ എണ്ണത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ PSC അംഗങ്ങളുടെ എണ്ണം 21 ആക്കിയത് ശരിയാണ്. ഇന്ന് മുഖ്യമന്ത്രി ആ സബ്മിഷന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹവും നിയമസഭയിൽ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നപ്പോൾ ഇത്രയും അംഗങ്ങൾ ആവശ്യമുണ്ടോ എന്ന് എഴുതി ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇത്രയും അംഗങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അത് നിലനിർത്തി. അപ്പൊ ജയിക്കിന് അതിനുള്ള മറുപടി കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ് അത്രയും എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വന്നത്? അതുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഇത് കിട്ടി എന്നുള്ള ഇത് വന്നു. ഇനി അത്രയും വേണോ വേണ്ടെന്നുള്ള നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ, നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, അഴിമതിയുടെ കാര്യത്തിൽ ഈ രേഖകൾ വെച്ച് കേരളം 4ാം സ്ഥാനം എത്രയായിരുന്നു, അതിപ്പോ താഴത്തേക്ക് വന്നു.
ഗോപീഷ്ണൻ എങ്ങനെയാണ് ഇതൊക്കെ കണക്കാക്കുന്നത്? ക്രൈം റെക്കോർഡ്സ് ഉൾപ്പെടെ കണക്കാക്കപ്പെടുന്നത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പേരിലാണ്. ഞാൻ ചോദിക്കട്ടെ, 8 വർഷമായിട്ട് ഇവിടെ വസ്തുതാപരമായ രേഖകൾ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ എവിടെയെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും ഈ സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ പറയും UP-യിൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരമുള്ള കേസല്ല, കേരളത്തിൽ കേസ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ CPM പറയുന്ന വാദം അത് കേരളത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. UP-യിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. അഴിമതിയുടെ കാര്യത്തിൽ അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ആരോപണം ഉണ്ടായിട്ടും അതിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ കേരളത്തിലെ CPM-ന്റെ ഗവൺമെന്റ് തയ്യാറാണോ? AI ക്യാമറയെ കുറിച്ച് ആരോപണം വന്നു, K-ഫോണിനെ കുറിച്ച് ആരോപണം വന്നു, മാസപ്പടിയെ കുറിച്ച് ആരോപണം വന്നു, ലൈഫ് മിഷൻ ആരോപണം വന്നു, എത്ര ആരോപണം വന്നു? ഏതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്? പിന്നെ അങ്ങ് ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. മാസപ്പടി കേസിൽ അങ്ങയുടെ നേതാവിനും മകൾക്കും നോട്ടീസ് അയച്ചിട്ട് ഹൈക്കോടതി ഇരിക്കുകയാണ്. വിജിലൻസ് കോടതി മാത്രമല്ല, അതിന് മേലിലേക്ക് പോയപ്പോ ആ വിജിലൻസ് കോടതിയുടെ ഇത് സ്റ്റേജ് തള്ളിക്കളയല്ല ചെയ്തത്, മറിച്ച് അവർക്ക് നോട്ടീസ് അയച്ചിട്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ്, വരും, പേടിക്കേണ്ട, അവിടെ നിൽക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബ്രൂവറിയെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ബ്രൂവറി തീരുമാനം ഇട്ടിട്ട് ഓടേണ്ടി വന്നില്ലേ JC തോമസെ കഴിഞ്ഞ ഗവൺമെന്റിന്? അഴിമതി ഇല്ലാതെയാണോ അത് ഇട്ടിട്ട് ഓടേണ്ടി വന്നത്? ഇനി ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു. ആരാ? VD സതീശനാണോ ലൈഫ് മിഷനിലെ അഴിമതിയുടെ പേരിൽ 150 ദിവസം ജയിലിൽ കിടന്നത്? VD സതീശനായിരുന്നോ? നിങ്ങളുടെ ഗവൺമെന്റിലെ ഏറ്റവും സർവാധിപതിയായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നില്ലേ ജയിലിൽ കിടന്നത്? പിന്നെ K-ഫോണിനെ കുറിച്ച് പറഞ്ഞു. K-ഫോണിലെ ചൈനീസ് കേബിൾ എന്ന് തന്നെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു. എവിടെന്നാ ഈ ചൈനീസ് കേബിളിന്റെ പ്രശ്നം വന്നത്? CPM-ന്റെ പ്രതിനിധി അങ്ങയുടെ ഗവൺമെന്റിന്റെ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തിയ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിലല്ലേ വില കുറഞ്ഞ ചൈനീസ് കേബിളാണ് K-ഫോണിന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത്? വർഷങ്ങളായിട്ട് ഗണപതിക്ക് കല്യാണം പോലെ നീണ്ടുകൊണ്ട് പോവുകയാണല്ലോ. 20 ലക്ഷം കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര എത്തി എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. KSEB-യുടെ പണമെടുത്ത് K-ഫോണിന് വേണ്ടി ചെലവാക്കിയില്ലേ? അപ്പൊ ഇതൊക്കെ സത്യമാണെന്നുള്ളതല്ലേ അതിന്റെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ തന്നെ രേഖ പുറത്തുവിടുന്നത്? അപ്പൊ ഈ പറഞ്ഞ ഒരു പരാതിയിലും ഒരു ആരോപണത്തിലും കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിൽ താഴത്തേക്ക് പോരും. മനസ്സിലായി? അതവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഈ ആരോപണത്തെ സംബന്ധിച്ച ഈ ആരോപണത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ PSC-യെ വില കുറച്ചൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അങ്ങയുടെ ബോധ്യങ്ങൾ എൻ്റെ വായിലേക്ക് തരുകരുത്. പക്ഷെ ആരോപണങ്ങൾ വന്നാൽ അന്വേഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? അന്വേഷിക്കാനുള്ള ബാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സെഗ്മെന്റിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യങ്ങൾക്ക് CPM-ന്റെ പ്രതിനിധി മറുപടി പറയുന്നില്ല. ഒന്ന്, അഴിമതിയുടെ ലാഞ്ചന ഇല്ല എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണോ സർക്കാരാണോ? അങ്ങനെ സർക്കാർ തീരുമാനിച്ചാൽ ആ പരാതി പോലീസിലേക്കോ വിജിലൻസിലേക്കോ കൈമാറണ്ടായിരുന്നോ? എന്തുകൊണ്ട് അത് കൈമാറിയില്ല? ഈ സർക്കാരിന് ഒളിച്ചെടുക്ക് വെക്കാൻ ഒന്നുമില്ലെങ്കിൽ 48 മണിക്കൂറായിട്ട് അന്വേഷിക്കുന്നു പറയുന്നതല്ലാതെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഏറ്റവും മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പരാതി തന്നെ ഇല്ല, അങ്ങനെ ഒരു പരാതി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, മാധ്യമങ്ങളിലൂടെ വന്ന വിവരമല്ലാതെ മറ്റൊന്നും ഈ കേസിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ് ഇന്ന് സഭയിൽ പറഞ്ഞത്. ഗോപീഷ്ണൻ അതാണല്ലോ പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ മാത്രം അറിഞ്ഞൊരു കാര്യത്തിന് മുഹമ്മദ് റിയാസിന് പങ്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ. അവിടെ തന്നെ അതിന്റെ കള്ളത്തരം വെളിച്ചത്തായില്ലേ? മാധ്യമങ്ങളിലൂടെ മാത്രം ഞങ്ങൾ അറിഞ്ഞ ഒരു വാർത്തയ്ക്ക് മുഹമ്മദ് റിയാസിന് പങ്കില്ല എന്ന് പറയണമെങ്കിൽ മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാ അഴിമതികളിലെയും പോലെ തന്നെ ആദ്യം തന്നെ മുഹമ്മദ് റിയാസ് വിശുദ്ധനാണെന്ന് ആ DTP എടുത്തു വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റിൽ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു ഗോവിന്ദൻ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ ഏത് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റിയാസ് പങ്കില്ല എന്ന് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തി? അത് പറയണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ സിനിമയിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോ CPM-ന്റെ പ്രതിനിധിക്ക് അതിനകത്ത് മറുപടി ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒളിച്ച് കളിക്കല്ലേ. ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറയണം. പിന്നെ നിങ്ങൾ PSC-യുടെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം ഇതാ പറയണം. ഒന്ന്, PSC-യുടെ ഗംഭീരമായ പ്രവർത്തനം അത് നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താനുള്ള ലൈസൻസ് ആണോ? NCP-ക്കും JDS-നും INL-നും CPM-നും വിൽപ്പനയ്ക്ക് വെക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണോ PSC-ക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് എന്നുള്ളത്? പിന്നെ ഇന്നലെ പോലുള്ള ചർച്ചയിൽ പറയാണ് മുഹമ്മദ് റിയാസ് അടികൊണ്ടു, DYFയുടെ നേതാവാണ്, അങ്ങേര് SFI-യുടെ കാലം മുതൽ പോലീസിന്റെ തല്ലുകൊള്ളുകയാണ്. എന്നിട്ട് ഇപ്പൊ തല്ലിന്റെ കണക്ക് ഓരോ അടിക്കും ഓരോ കോടി രൂപ വെച്ച് പിരിക്കാനുള്ള അവകാശം
മുഹമ്മദ് റിയാസിന് അത് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അല്ല, അതിലേക്കൊന്നും അല്ല, അവിടെയാണ് ശ്രീ രാജു പി നായർ. അതായത് ഇപ്പോൾ റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എവിടെ, അതുമായി ബന്ധപ്പെട്ട പരാതികൾ എവിടെ, അതുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും സാക്ഷിമൊഴികളോ വെളിപ്പെടുത്തലുകളോ ഉണ്ടെങ്കിൽ അതെവിടെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണമെന്നതാണ്. സാങ്കേതികമായാണ് പിന്നീട് കാര്യങ്ങൾ പോവുക, അതിന് എവിടെയാണ് തെളിവ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ NM പിയേഴ്സൺ, ഇത് ഈ പാർട്ടിക്ക് അതായത് ഇതൊരു സിംഗിൾ കേസ് എന്ന നിലയിൽ എടുത്ത് അതിന്റെ പരിശോധനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. ശരി, വളരെ വേഗം പെട്ടെന്ന് മറുപടി പറഞ്ഞിട്ട് പോവാം. നോക്കൂ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ, സർക്കാരിനെ വഞ്ചിച്ചു എന്നാണ് ആരോപണം. സർക്കാരിന്റെ പേര്, മന്ത്രിയുടെ പേര് ഉപയോഗപ്പെടുത്തി പണം തട്ടിയെന്നുള്ള ആരോപണം വന്നാൽ സർക്കാരിന് അത് സ്വമേധയാ അന്വേഷിക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട് സ്വമേധയാ അന്വേഷിക്കുന്നില്ല? ഇന്ന് പോലീസ് പോയി വിവരശേഖരണം നടത്താൻ ചെന്നല്ലോ. പോലീസ് വിവരശേഖരണം നടത്താൻ ചെന്നപ്പോ പൈസ കൊടുത്ത കുറ്റവാളി കൂടി പറഞ്ഞു എനിക്ക് പരാതിയില്ല. അവിടെ ഇത് പാർട്ടി പരിശോധിക്കേണ്ട പാർട്ടിക്കകത്തെ പുതിയ ഒരു പ്രശ്നമായി പാർട്ടി പരിശോധിക്കേണ്ട ഒന്നാണോ, അതോ ഇത് പോലീസ് പരിശോധിക്കേണ്ട ഒരു ക്രിമിനൽ കുറ്റമാണോ? അല്ല, പണം കൊടുക്കാനും അതേപോലെ പണം വാങ്ങാനും ഒക്കെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പോലീസ് തന്നെയാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ പോലീസ് അന്വേഷിക്കണമെങ്കിൽ പോലീസിന് കൃത്യമായിട്ട് പരാതി കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് സാങ്കേതികമായിട്ട് ആ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ജയിക്കിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ജയിക്ക് വളരെ ഭംഗിയായിട്ട് ജയിക്കിൻ്റെ വാദങ്ങൾ നിരത്താനായിട്ട് കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. ആ വാദങ്ങളെല്ലാം നിരത്തി. ഞാൻ കഴിഞ്ഞ ദിവസം പ്രകാശ് മാഷുമായിട്ട് സംസാരിച്ച സമയത്ത് നിങ്ങൾ പോരാ എന്ന് പറഞ്ഞു. ജയിക്കിനോട് ഞാൻ പറയുന്നത് കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ ജയിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരം മറുപടികൾ കൊണ്ട് നമുക്ക് ജനങ്ങളെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുക? ഈ ആരോപണം ആരെങ്കിലും പ്രത്യേകമായിട്ട് ഉന്നയിച്ചതല്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ്, കേരളത്തിന് മുഴുവനും അറിയാവുന്നതാണ്. ഈ ആരോപണം ഉയർന്നു വന്നത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ്. പാർട്ടിയിലാണ് അതിൻ്റെ പരാതി വരികയും പാർട്ടിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തേക്ക് വരികയും ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ആ സംഭവം എന്ന് പറഞ്ഞാൽ നടന്നിരിക്കുന്ന ഒരു കാര്യമാണോ, പാർട്ടി അംഗീകരിച്ച് നടന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാർട്ടിക്കകത്തേക്ക് ഇത്തരത്തിലുള്ളതായിട്ടുള്ള പാർട്ടി വിരുദ്ധ ഘടകങ്ങളും കച്ചവടക്കാരും ഒക്കെ കടന്നുകൂടി ഈ പാർട്ടിയെ തന്നെ തിന്നു തീർക്കുകയാണ് എന്ന് പറഞ്ഞത്. അതിൽ ജയിക്കിന് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവണം. അങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജയിക്കിന് ആ പാർട്ടിയെ തിരുത്താനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ പാർട്ടി വന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ജയിക്കിന് ആ പാർട്ടിയെ തിരുത്താനായിട്ട് കഴിയില്ല. ഈ വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചല്ല. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമാണ്, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ തെളിവുകൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് തെളിവുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. സ്ഥിരമായിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ എനിക്കൊന്ന് ജ്യോതിർമയി ബസു എന്ന് പറയുന്നതായിട്ടുള്ള വലിയൊരു നേതാവ് CPM ഉണ്ടായിരുന്നു. ജയിക്കിന് അല്പം ഓർമ്മയുണ്ടായിരിക്കും എന്നാണ് എനിക്ക് വന്നത്. കേന്ദ്ര ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു ഷോക്കിംഗ് ഹീറോ ആയിരുന്നു. ശരിക്കും പറഞ്ഞു ഗവൺമെന്റ് ഞെട്ടിത്തെറിക്കുന്നതായിരുന്നു. കാരണം ഗവൺമെന്റ് നടത്തുന്നതായിട്ടുള്ള അഴിമതികളൊക്കെ അദ്ദേഹം അന്വേഷിച്ചിടന്ന് അതിന്റെ രേഖകളെല്ലാം കൊണ്ടുവന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച് കോൺഗ്രസ് ഗവൺമെന്റിന് നട്ടം തിരിക്കുന്ന കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാറില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാറില്ല എന്നുള്ളതും ശരിയാണ്. പക്ഷേ പാർട്ടിക്കകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ട് പാർട്ടി പ്രവർത്തകരും ജനങ്ങളൊക്കെ കരുതുന്നത് എന്താണ്, ഇത് ശരിക്കും സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അത് ഒരു ഇൻസ്റ്റൻസ് അല്ല, അതുപോലെ നിരന്തരമായിട്ട് എത്രയോ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജാഗ്രത പാർട്ടിക്ക് ഉണ്ടാകുന്നില്ലല്ലോ. ശരി ശരി, ആ ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അല്ല ഞാൻ പറഞ്ഞോട്ടെ എന്റെ ഗോപികൃഷ്ണൻ, ഇത് ഒരു ആ രാഷ്ട്രീയ ധാർമ്മികയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്ന സമയം ആ രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മാത്രമാണ് അതിലുള്ള കുഴപ്പങ്ങൾ കാണുകയുള്ളൂ. 21 PSC അംഗങ്ങളെ നിയമിച്ചത് കോൺഗ്രസ് നേതാവാണ്, ഉമ്മൻചാണ്ടിയാണ് ഒപ്പുവെച്ചത്. ശരിയാണ്. 21 PSC അംഗങ്ങളെ അങ്ങനെ ഒപ്പുവെച്ച് അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന സർക്കാരിന്റെ ചുമതല എന്താണ്? പിണറായി വിജയൻ സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് ആ 21 വേണ്ട എന്ന് തീരുമാനിക്കൽ തന്നെയാണ്.
പക്ഷെ അതിന് പകരമായിട്ട് അദ്ദേഹം അത് ആവശ്യമാണ് എന്ന ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തെ ന്യായീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് മുഴുവൻ ചെയ്ത് തെറ്റാണ് എന്ന് ജയിക്കിന് ഉമ്മൻചാണ്ടിയെ ചൂണ്ടി പറയാനായിട്ട് പറ്റുന്നത്? എനിക്ക് പറയാൻ പറ്റും, ഉമ്മൻചാണ്ടി ചെയ്തത് തെറ്റാണ്, അതിനെ അംഗീകരിച്ച പിണറായി വിജയന്റെ പ്രവൃത്തിയും തെറ്റാണെന്നുള്ളതാണ്. പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് പാർട്ടിയുടെ ചുമതല തിരുത്തലാണ്, അത് തിരുത്താനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ PSC കോഴ വിവാദത്തിന് എന്ത് സംഭവിക്കും? ഇപ്പോൾ തന്നെ CPM അത് ഒതുക്കി തീർക്കാൻ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് മിക്കവാറും ആകസ്മികമായി അത് ഇങ്ങനെ അതിൻ്റെ ഒരു അന്ത്യം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഡോക്ടർ ദമ്പതികളെ പോലീസ് പോയി അവരുടെ മൊഴിയെടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതൊരു പരാതിയായിട്ട് എഴുതി തന്നാൽ നിങ്ങൾക്കെതിരെ കോഴ കൊടുത്തതിന് ഞങ്ങൾക്ക് തന്നെ കേസെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി പോലീസ് തന്നെ ആ കേസ് തേച്ചു മാച്ച് കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM ഇപ്പോൾ കൂടി ആലോചിച്ച് തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇനി പുറത്ത് കൂടുതലൊന്നും പറയണ്ട. അത് ഈ മറ്റേ കോട്ടൂളി എന്ന് പറയുന്ന ഈ ആരോപണ വിധേയൻ തന്നെ പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് പ്രസ്താവന നടത്തിയത് ഇതെല്ലാം തീരുമാനമായി കഴിഞ്ഞിട്ടാണ്. മുൻപ് MC ജോസഫൈൻ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കൊരു കോടതിയുണ്ട്, ഈ പാർട്ടിക്ക് പോലീസുണ്ട്, ഈ പാർട്ടിക്ക് എന്തും തേച്ചു മാച്ച് കളയാൻ പറ്റും. ഇവിടെ ശ്രീ ജയ്ക്ക് പറയുന്നത് ഞാൻ എന്തോ പക്ഷപാതിത്വം ആണ് കാണിക്കുന്നത്. ഞാനിവിടെ CPM-നെ കുറ്റം പറഞ്ഞപ്പോൾ കോൺഗ്രസിനെ ഞാൻ ന്യായീകരിക്കാൻ ഞാൻ പോയിട്ടില്ല. ഇവിടെ CPM അല്ലെങ്കിൽ കോൺഗ്രസ് ആരാണോ കൂടുതൽ PSC അംഗങ്ങളെ നിയമിച്ചത് ആരെയും എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാൻ ശ്രീ ജയ്ക്കിനെയും ശ്രീ ചാണ്ടിയുമ്മനെയും പോയി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. എൻ്റെ ലേഖനത്തിൽ ഞാൻ ഒരു പക്ഷപാതിത്വം കാണിച്ചിട്ടില്ല. താങ്കൾക്ക് എടുത്തു നോക്കാം ശ്രീ ജയ്ക്ക്. അത് എനിക്ക് അങ്ങനെ ഒരു പക്ഷപാതിത്വം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ഏത് പാർട്ടി എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഒരു സ്കാം തന്നെയാണ്. ഇതിൽ മാറ്റം കൊണ്ടുവരണം. അത് അടുത്ത സർക്കാർ ഇനിയിപ്പോൾ സതീശൻ്റെയോ UDF-ൻ്റെയോ ആണെങ്കിൽ അവരാണെങ്കിലും ഇത് കൊണ്ടുവരണം. ഇവിടെ ഇരുന്ന് ശ്രീ രാജു P. നായർ പറയുന്നുണ്ട് അത് പക്ഷേ അവർ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ അവരെയും ഇതുപോലെ തന്നെ വിമർശിക്കും. പിന്നെ റിയാസിനെ കുറിച്ച് റിയാസ് ഈ കാര്യത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് ഞാൻ കരുതുന്നത് വ്യക്തിപരമായി. ഇവിടെ കോൺഗ്രസും മറ്റ് UDF അംഗങ്ങളും ഒക്കെ റിയാസിനെയാണ് ഇതിൽ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് റിയാസിനെ ന്യായീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ റിയാസ് കുറ്റക്കാരനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിമ്പളമായി കിട്ടിയ പണം അദ്ദേഹം സോഴ്സായി കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അദ്ദേഹത്തെ ഒരു കുറ്റമായി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതല്ലാതെ അദ്ദേഹം ഈ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവും എനിക്കില്ല. അപ്പോൾ CPM എന്തായാലും ഇത് തേച്ചു മാച്ച് കളയാനുള്ള അവരുടെ പാർട്ടിയിൽ തന്നെ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ഇത് 1-2 ദിവസം ചർച്ച കഴിഞ്ഞിട്ട് വേറെന്തെങ്കിലും ന്യൂസ് സൈക്കിൾ മാറുമ്പോൾ വേറൊരു വിഷയവും ന്യൂസ് സൈക്കിൾ ഡോമിനേറ്റ് ചെയ്യുമെന്ന് കരുതി CPM ഇപ്പോൾ തന്നെ അതിന് പൂട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അല്ല, ഞാൻ വിശദമായ മറുപടിയിലേക്ക് പോകുന്നില്ല. അങ്ങ് ചർച്ച അവസാനിപ്പിക്കുകയാണല്ലോ. ഞാൻ സൂചിപ്പിച്ചു, അങ്ങ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകർ എന്ന ലേബലിൽ ഇപ്പോഴും വന്നിരുന്നിട്ട് അങ്ങ് എന്തൊക്കെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ജീവിത പങ്കാളിയെ കൂട്ടിച്ചേർത്ത് വെച്ച് പറയുന്നത്? അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? ഇപ്പൊ ഞാനാണേലും അങ്ങാണേലും ആദരണീയനായ പിയേഴ്സണും കോൺഗ്രസിന്റെ പ്രതിനിധിയും നമ്മളൊക്കെ ഒരു മുതിർന്ന നിലയിൽ സമൂഹം ശ്രദ്ധിക്കുമാറ് ഇത്തരം കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരു വേദിയിൽ വന്നിരിക്കുകയല്ലേ? ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിൽ പ്രകടിപ്പിക്കേണ്ടത്? ഞാൻ അങ്ങയുടെ ജീവിത പങ്കാളിയുടെ വരുമാനത്തെ സംബന്ധിച്ച് ഓഡിറ്റ് ചെയ്തിട്ട് അതങ്ങ് കാണിച്ചില്ല എന്ന നിലയിലാണോ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കേണ്ടത്? അല്പം മര്യാദയാവാം എന്ന് മാത്രമാണ് വിനീതമായ മനസ്സോടുകൂടെ എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ളത്. അങ്ങ് പക്ഷപാതിയല്ല എന്നാണ് അങ്ങ് അവകാശപ്പെട്ടത്. പക്ഷെ പക്ഷപാതിയല്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിന്നീട് അങ്ങ് നടത്തിയ പ്രതികരണങ്ങൾ കാണുന്ന ലളിതയുക്തിയുള്ള ഏത് മലയാളിക്കും ബോധ്യപ്പെടും അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമുണ്ടോ, അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വമുണ്ടോ. കേസ് തേച്ച് ഒറ്റ വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേസ് തേച്ച് വായിച്ച് കളയാൻ ഇപ്പോഴേ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി മുമ്പ് നടന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളെ വിശ്വസിച്ച് നിയമസഭയിൽ പോയി പ്രസംഗിച്ച കേസുകളുടെ ഒരു ലിസ്റ്റ് അങ്ങ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനെ ഒന്നും പേരിൽ കേസെടുത്തില്ലല്ലോ എന്ന്. ഞാൻ പറയുന്നു, കോൺഗ്രസ് നേതാവേ, അങ്ങ് ഇത്രയ്ക്ക് മറവി രോഗം ബാധിച്ച ആളാകരുത്. മുമ്പ് ഏതോ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു ചലച്ചിത്രം പോലെ ഞാൻ മറ്റൊരു ചലച്ചിത്രത്തിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. മറവിക്ക് ഏറ്റവും നല്ലത് വലിയ ചന്ദനാദി എണ്ണയാണെന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു മെഗാസ്റ്റാർ അഭിനയിച്ച സിനിമയുണ്ട്. അങ്ങ് ആ സിനിമ എടുത്ത് നോക്കണം. അങ്ങേക്ക് ഇത്രമേൽ മറവിയുണ്ടോ? ലൈഫ് മിഷന്റെ കേസ് അന്വേഷിക്കാൻ ആരാ വന്നത്?
സെക്രട്ടേറിയറ്റിൽ തീപിടിച്ചത് അന്വേഷിക്കാൻ ആരാ വന്നത്? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ആരാ വന്നത്? ബിരിയാണി ചെമ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ആരാ വന്നത്? കൈതോലപ്പായയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ആരാ വന്നത്? ഖുറാനിലുള്ള സ്വർണ്ണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ആരാ വന്നത്? രാജ്യത്ത് കേട്ടിട്ടുള്ള 97% കൺവിക്ഷൻ റേറ്റ് ഉള്ള ദേശീയ അന്വേഷണ ഏജൻസി മുതൽ ഡേറ്റി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വയനാട് മുൻ വിശേഷിപ്പിച്ച ET, ED അങ്ങനെ എല്ലാ സംഘങ്ങളും വന്നു. തമ്പടിച്ച് പോയതല്ലാതെ രോമത്തിൽ തൊട്ടിട്ടില്ല. കേട്ടോ കോൺഗ്രസ് നേതാവേ, കേസ് എടുത്തു, കോടതിയിലും പോയി, പക്ഷെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കേസിന്റെ അന്വേഷണത്തിന്റെയൊക്കെ ഘട്ടം കേരളം കുറെ കണ്ടതാ. ഇനി ഇതിന്റെ പേരിലോ അങ്ങ് മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ച ആളുകളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു പരാതി അയക്കും. CBI-യും ED-യും IT-യും NIA-യും ഒക്കെ ഇവർക്ക് പ്രിയപ്പെട്ട കേരളത്തിലെ ഏജൻസികളല്ലേ, അവരിങ്ങ് വരട്ടെ. ഇതിന്റെ പേരിൽ കൂടെ എന്ത് ചെയ്യാനാണ്? ഒരു ചുക്കും സംഭവിക്കാനില്ല. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കാര്യത്തിനകത്ത് ഞങ്ങളുടെ മടിയിൽ കനമില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്തസ്സോടുകൂടെ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ തെറ്റിന്റെ ഒരു അംശമുണ്ടെങ്കിൽ ഏത് കടുത്ത സ്വയം വിമർശനപരമായും തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയും. അതിൽ നിങ്ങളല്ല ഞങ്ങൾ എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ പൊതുമരാമത്ത് വകുപ്പ് സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളേണ്ട കാര്യമില്ല. ഒരു 10 സെക്കൻഡ് തരണേ. ജയിക്കേ അന്തസ്സും അരിയേസും ഒക്കെ പറയാൻ ആദ്യം അന്വേഷണത്തിന് വിട്ടിട്ട് വേണം പറയണം, അന്തസ്സും അരിയേസും. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണം മുഴുവൻ നടത്തിയ കേന്ദ്ര ഏജൻസിയാണ്. കേരള കോടതി ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കേന്ദ്ര അന്വേഷണം ശരി, PSC കോഴ ആരോപണത്തിലെ അന്വേഷണത്തിന് മതിയായ തെളിവുകളോ പരാതിയോ ഇല്ല എന്ന ന്യായം പാർട്ടി പറയുമ്പോഴും അത് പൊതുജനത്തിനും പൊതുസമൂഹത്തിനും എത്രത്തോളം ഉത്തരവാദിത്വത്തോടുകൂടി ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു.